പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിൽ കുറെ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധമായ ഉളുഹിയ്യ കർമ്മം അതിൽ അഫ്ളലായത് ആടാണ്. അപ്പൊ ബലിയറുക്കാൻ വേണ്ടി ഏറ്റവും നല്ല മൃഗം എന്ന് പറയുന്നത് ആടാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഇറക്കി കൊടുത്തത് ആടിനെയാണ്. അഹബ്ബുൽ ഉളുഹിയ്യത്തി ഖൈറുൽ ഉളുഹിയ്യ അഹബ്ബുൽ ഉളുഹിയ്യത്തി ഖൈറുൽ ഉളുഹിയ്യത്തി അൽ ഖബ്ശുൽ ഖറൻ. നല്ല കൊമ്പുള്ള ആടിനെയാണ് ബലിയെറുക്കാനുള്ളത്. ഏറ്റവും നല്ലത്, ഏറ്റവും പ്രബലമായത്, ഏറ്റവും നല്ല സന്തോഷമുള്ളത് അഹബ്ബുൽ ഉളുഹിയ്യ ഖൈറുൽ ഉളുഹിയ്യത്തി അൽ ഖബ്ശുൽ ഖറൻ. നല്ല കൊമ്പുള്ള ആട്. ചില ആടുകൾക്ക് എന്തുണ്ടാവില്ല, കൊമ്പുണ്ടാവില്ല, മൊട്ടയാടായിരിക്കും. അതിന്റെ തല ഫുള്ള് മൊട്ടയായിരിക്കും, എന്തില്ല കൊമ്പുല്ലൊന്നും ഉണ്ടാവില്ല. ആ ആടിനെ പറ്റൂല. ഏറ്റവും നല്ലത് ഖൈറുൽ ഉളുഹിയ്യ, ഉളുഹിയ്യ അറുക്കാൻ ഏറ്റവും നല്ല മൃഗമെന്ന് പറയുന്നത് അൽ കബ്ശുൽ ഖറൻ, നല്ല കൊമ്പുള്ള ആടാണ്. അല്ലേ? സ്വന്തമായിട്ട് അറുക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായിട്ട് ബലിയറുത്തിരുന്നു. ഇല്ലേ? ഒരാൾ അവിടെ നിന്ന് ബലിയെറുക്കാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ്. ഈ ബലിയെറുക്കുന്ന ആള് മനസ്സുകൊണ്ട് കരുതണം, അല്ലെങ്കിൽ അർപ്പിക്കുന്ന ആളിനോട് പറയണം, ഇതെന്റെ ബലിയുടെ മൃഗമാണ്, എന്റെ ഉളുഹിയാണ് എന്ന് മനസ്സുകൊണ്ട് കരുതിയിട്ട് അദ്ദേഹത്തിന് ഞാൻ അറുക്കാൻ നിങ്ങളെ വക്കാലത്തേൽപ്പിക്കുന്നു എന്ന് പറയണം. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാള്, ഒരു അബൂബക്കർ അല്ലെങ്കിൽ ഒരു ഉസ്മാൻ അല്ലെങ്കിൽ ഒരു അലി, അങ്ങനെ മനസ്സുകൊണ്ട് കരുതി, അല്ലെങ്കിൽ വേണ്ട ഒരു ഷമീർ, പാവപ്പെട്ടവൻ, ഞാന് നമ്മുടെ കൂട്ടത്തിലുള്ള സുബൈർ എന്ന് പറയുന്ന ഒരാളോട് പറയാൻ ബലിയെറുക്കണം, എന്റെ കൂടെയാണ് ബലിയെറുക്കണം എന്ന് പറയും. ഇത് എന്റെ ബലിമൃഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അറുക്കണ ആളിനോട് ചില ഉമ്മമാരൊക്കെ ബലികർമ്മത്തിന് ചേരാറുണ്ട്. നമ്മൾ അറുക്കണ ആളോട് പറയണം, ഇതെന്റെ ബലിയാണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണം അറുക്കാനെന്ന്. അത് കരുതണം, ഇല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 ഒട്ടകത്തെ അറുത്തു. 100 ഒട്ടകത്തെ ബലിപെരുന്നാളിന് അറുത്തിരുന്നു. അതിൽ 63ഉം റസൂലുള്ളാഹിന്റെ കരങ്ങൾ കൊണ്ടാണ് അറുത്തത്. ബാക്കി 37 എണ്ണവും അള്ളാന്റെ ഹബീബിന്റെ മരുമകനായ അലി കറമഹുല്ലാഹ് അതിനകത്ത് 100 ഒട്ടകങ്ങളെ ബലിപെരുന്നാളിന് അറുത്തു. എന്നാൽ അതിൽ 63 എണ്ണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അറുത്തത്. 37 എണ്ണം നബി തങ്ങൾ വക്കാലത്തേൽപ്പിച്ചു എനിക്ക് വേണ്ടി. ശ്രദ്ധിക്കാൻ പറയാൻ, നബി തങ്ങൾ വക്കാലത്തേൽപ്പിച്ചു, അലിയെ എനിക്ക് വേണ്ടി നിങ്ങൾ ബലിയറുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അലിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ബലിയെറുക്കണം. അപ്പൊ ചില ആളുകൾ പറയും, എന്തിനാണ്? ചില ആളുകൾക്ക് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ 10,000 ആളുകൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോ പറയും അത് ആർഭാടമാണെന്ന്. എന്നാൽ ഞാൻ അതിൽ നിന്ന് കുറച്ച് വിരുദ്ധനാണ്, ഞാൻ കുറച്ച് എതിരാണ്. അതെങ്ങനാണ് ആർഭാടമാകുന്നത്? ഭക്ഷിപ്പിക്കൽ ഇസ്ലാമിന്റെ രീതിയാണ്, ഭക്ഷണം കൊടുക്കൽ ഇസ്ലാമിന്റെ രീതിയാ. ഒരു കല്യാണം വിളിച്ചു, ആ ഒരു കല്യാണത്തിൽ 10,000 ആളുകളെ വിളിച്ചു, അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അത് ആർഭാടമെന്ന് പറയാൻ പറ്റൂല. ഇന്നിപ്പോ എല്ലായിടത്തും വാദാണ്, ആർഭാടാണ്, ആർഭാടം. എന്താ ആർഭാടാണ്? നബി തങ്ങൾ അള്ളാന്റെ റസൂല് ബലിപെരുന്നാളിന് 100 ഒട്ടകത്തെ അറുത്തു കൊടുത്തു. 100 ഒട്ടകത്തെ അറുത്തു കൊടുത്തു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ആൾക്കാരെ പറഞ്ഞാൽ അല്ലാഹുവേ ആർഭാടാണെന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടമാണെങ്കിൽ പറയും ആർഭാടമാണെന്ന് പറയും. ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്, ആർഭാടമാണെന്ന് പറഞ്ഞു പോകുമെന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നിയമമുണ്ട്. ഭക്ഷിപ്പിക്കൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽപ്പെട്ടതാണ്. എപ്പോഴാണ് ആർഭാടമെന്നറിയുമോ? ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ വിളിച്ച ആളുകളെ കണക്കാക്കാതെ കൊണ്ടുവന്ന് തട്ടിക്കളയുന്നതിനാണ് ആർഭാടമെന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, പന്തല് പോലും അതുപോലുള്ള മറ്റുള്ള സാധന സാമഗ്രികളൊക്കെ അതെല്ലാം
പൊളിച്ചു വെക്കുന്ന ആർഭാടമാണ്. പക്ഷേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് ഒരിക്കലും അവിടെ ആർഭാടമല്ല. ഇനി ഒരു പക്ഷെ ഞാൻ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇതേപോലെ തൊപ്പിയിട്ട് അടുത്ത ആൾക്കാർ ഇങ്ങോട്ട് വരും. അത് ആർഭാടല്ലാതെ പിന്നെന്താ? ദീന് പറയാണ് ഭക്ഷണം കൊടുക്കണോ അല്ലെ? ഇന്ന് ഭക്ഷണം കൊടുത്താൽ പറയാം ആർഭാടം. അതൊന്നും ഒരു ആർഭാടമല്ല. ബലിപെരുന്നാൾ ദിനത്തിൽ എപ്പോഴാണ് ഏറ്റവും നല്ലതായി ബലിമൃഗത്തെ അറുക്കേണ്ടുന്നത്? ഏത് സമയത്താ ബലിമൃഗത്തെ അള്ളാഹ് അറുക്കേണ്ടുന്നത്? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ. സമയം അവിടെ ആയിട്ടില്ല. ചില ആളുകൾ പറയണം സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അറുക്കാനാ. സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ ബലിയർക്കാനാണ്. എന്നാ നമ്മൾ പഠിക്കാനുള്ള ഒന്നുണ്ട്. ബലിപെരുന്നാൾ ദിനത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ സമയമായിട്ടില്ല. പിന്നെ എപ്പോഴെന്നറിയോ? സൂര്യൻ ഉദിച്ചു വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് 2 ഖുത്ബയും കഴിഞ്ഞാലാണ് അതിന്റെ സമയമാകുന്നത്. നമസ്കാരത്തിന്റെ മുമ്പ് അറുക്കരുത്. അറുത്താൽ അത് ഉളുഹിയ അല്ല. കഴിഞ്ഞ കൊല്ലം കൊറോണയൊക്കെ മാറി രാവിലെ അറുത്തു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പിട്ട് ചില ആളുകൾ അത് ഉളുഹിയായിട്ട് കൂട്ടൂല. പച്ച മാംസമായിട്ട് കൂട്ടുള്ളൂ. എപ്പോഴാണ് ഉളുഹിയുടെ സമയമാകുന്നത്? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. 2 റക്അത്ത് നിസ്കാരം, ചുരുങ്ങിയ 2 ഖുത്ബ. ഈ 2 ഖുത്ബയ്ക്ക് ശേഷമാണ് നല്ലതുപോലെ ബലിയറുക്കേണ്ടുന്നത്. എന്തിനേറെ നിങ്ങൾക്കറിയുമോ? അബൂ ദർദാ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹബീബിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. രാവിലെ തന്നെ റസൂലുള്ളാഹിനെ വിളിച്ചു, മുത്തു നബിയേ എന്റെ വീട്ടിലേക്ക് വരാമോ നബിയേ? മുത്തൊളി മഹബൂബർ ചൊന്ന് വീടതിന്റെ ചാരേ മുന്നിലായോദിത്ത തിങ്കൾ താരകം അതുപോലെ അമ്പിളി നിറഞ്ഞു വിണ്ണിൽ ശോഭയായോദീത്തേ പൂമണം വീശുന്ന താഹ തങ്ങളും നീറത്തെ. റസൂലുള്ളാഹി തങ്ങൾ മഹാനുഭാവന്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു. അപ്പൊ മഹാനുഭാവൻ ഈ സ്വഹാബി വിളിച്ചു, ഭാര്യയെ പെണ്ണെ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടുണ്ട്, ഉളുഹിയുടെ മാംസം എടുക്കുമോളെ. അതിരാവിലെ ചെന്നിട്ട് പറയാൻ, നബി തങ്ങൾ വന്നിട്ടുണ്ട് മോളെ, ഉളുഹിയന്റെ ഭക്ഷണം എടുക്കണം. നബി തങ്ങൾ കണ്ണൂരിട്ടി നോക്കി, പടച്ചോനെ ഈ സമയത്ത് ഉളുഹിയന്റെ മാംസോ? നിസ്കാരം കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തെന്നറിയുമോ? അത് ഇന്നഹാ ലൈസതു ബിഉളുഹിയ്യ. നിസ്കാരത്തിന് മുമ്പ് 2 ഖുത്ബക്ക് മുമ്പ് ബലിയറുത്താൽ അത് ഉളുഹിയ്യ അല്ല. ഇന്നഹാ ലൈസതു ബിഉളുഹിയ്യ, അത് ഉളുഹിയ്യ അല്ല. വ ഇന്നമാ ഹിയ ഷാത്തു ലഹുമിൻ, അതൊരു ആടിന്റെ ഇറച്ചിയാണ്. അതിന് ഉളുഹിയ്യ ഇറച്ചി എന്ന് പറയാൻ പറ്റൂല. അതിന് ഉളുഹിയ്യ ഇറച്ചി എന്ന് പറയാൻ പറ്റൂല. പിന്നെ എന്താണെന്നറിയുമോ പറയുന്നത്? പിന്നെ പറയുന്ന എന്താണ്? വ ഇന്നമൽ ഉളുഹിയ്യതു ബഅദസ്സലാഹ്. ഉളുഹിയന്റെ മാംസം എപ്പോഴാണ് അറുക്കേണ്ടുന്നത്? ഉളുഹി എപ്പോഴാണ് അറുക്കേണ്ടുന്നത്? വ ഇന്നമൽ ഉളുഹിയ്യ ബഅദസ്സലാഹ്. ഉളുഹിയ അറുക്കേണ്ടുന്ന സമയം എപ്പോഴാണ്? നിസ്കാരം ചുരുങ്ങിയ രൂപത്തിൽ നിസ്കാരവും ചുരുങ്ങിയ രൂപത്തിൽ 2 ഖുത്ബയും കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചാൽ നിസ്കാരവും ഖുത്ബയും കഴിഞ്ഞതിന് ശേഷമാണ് ഉളുഹിയ അറുക്കാനുള്ളത്. അല്ലെങ്കിലോ വ ഇന്നമാ ഹിയ ഷാത്തു ലഹുമിൻ, അതാടിന്റെ ഇറച്ചി മാത്രമാണ്. ഉളുഹിയന്റെ കൂലി കിട്ടൂല. പിന്നെന്തേ കിട്ടുള്ളൂ? മാംസം എന്നുള്ള മാത്രമാണ്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അതുമാത്രമല്ല, രാത്രിയുള്ള അറവുകൾ കറാഹത്തെന്നുകൂടെ നിയമമുണ്ട്. രാത്രി അറുക്കാൻ പാടില്ല. ചില ആളുകൾ പറയും ഉളുഹിയല്ലേ, അതുകൊണ്ട് രാത്രി. ചില ആൾക്കാർ ഇപ്പൊ രാത്രി അറുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ മാറ്റി വെക്കും, രാത്രി അറുക്കാൻ വേണ്ടി അറുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കറാഹത്താണ്. അത് എങ്ങനെ? ഉളുഹിയാന്ന് മാത്രല്ല, ഇല്ലാലി ഹജ, ആവശ്യത്തിനൊഴിച്ച്. ഒരു കല്യാണം വന്നു, കല്യാണത്തിന് രാത്രി നമുക്ക് അവിടെ നിന്ന് മാംസം വേണം. ആവശ്യങ്ങൾക്കൊഴികെ അറുക്കൽ പറ്റൂല. ഉളുഹിയ അറുക്കുന്നുണ്ട്, കുഴപ്പമില്ല. രാത്രി അറുക്കൽ കറാഹത്താണ്.
എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട എന്താ? നമ്മുടെ വീട്ടിലത്തെ ആവശ്യമാണെങ്കിലും പിന്നെ ഒരു കിലോ ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കടയിൽ പോണെങ്കിൽ സന്ധ്യക്ക് മുമ്പിട്ട് പോയിട്ട് എന്ത് ചെയ്യാ മേടിച്ചു വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോ നമ്മൾ വിളിച്ചു പറയും ഭർത്താവിനോട്, അരമണിക്കൂറാകുമ്പോ നിങ്ങൾ വരുമല്ലോ, ഒരു 7 മണിക്ക് 2 കോഴി മേടിച്ചിട്ട് തിന്നാൽ മതി, അറുത്തിട്ടുന്നാ മതി. അതിനേക്കാൾ നല്ലത് നേരത്തെ മേടിപ്പിക്കുക. അമ്മമാര് ഏറ്റവും കൂടുതൽ സമയം കാത്തിരിക്കുക, അവരെപ്പോഴാണ് പണിയെഴുന്ന് അറിയാൻ വേണ്ടിയിട്ട്. രാത്രി എന്നിട്ട് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇല്ലേ? ഇപ്പൊ ഒരു കല്യാണത്തിനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഏത് സമയത്ത് നമുക്ക് അറുക്കാം. ഇല്ലെങ്കിൽ അത് കറാഹത്താണ്. പിന്നെയോ നമ്മൾ ശ്രദ്ധിക്കണം, പരിശുദ്ധമായ ഉളുഹിയ നിർബന്ധവുമുണ്ട്, സുന്നത്തുമുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കണം. ഉളുഹിയ നിർബന്ധവുമുണ്ട്, സുന്നത്തുണ്ട്. എന്താണ് സുന്നത്ത്? സാധാരണഗതിയിൽ നമ്മളൊക്കെ ബലിപെരുന്നാളിന്റെ അന്ന് അറുക്കുന്നതാണ് സുന്നത്തായ കർമ്മമെന്ന് പറയുന്നത്. ഇനി ഒരാള് നേർച്ച ചെയ്തു, റബ്ബേ ഞാൻ എന്റെ ഉളുഹിയ കർമ്മത്തെ അറുക്കാൻ വേണ്ടി ഞാൻ നേർച്ച ചെയ്തു, എന്നാൽ ഉളുഹിയ അറുക്കൽ നിർബന്ധമായി. ഉളുഹിയ സുന്നത്താണ്. ഒരാൾ നേർച്ച ചെയ്തു, എന്ത്? ഞാൻ ഉളുഹിയ അറുത്തു കൊള്ളാം റബ്ബേ അങ്ങോട്ട് നേർച്ച ചെയ്തു, അള്ളാഹിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു, എന്നാൽ ഉളുഹിയ അറുക്കല് അവിടെ നിന്ന് നിർബന്ധമാണ്. അല്ലാത്തത് സുന്നത്താണ്. ഒരാൾ നേർച്ച ചെയ്താൽ അതവിടെ അറുക്കൽ നിർബന്ധമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക, നല്ലതുപോലെ മനസ്സിലാക്കുക. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ കഴിച്ചിരുന്നത് ഒട്ടകത്തിന്റെ ആ കരളിന്റെ ഭാഗത്തുനിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കഴിച്ചിരുന്നു. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു മിൻ ഖബ്ദിഹാ. ബലിയർത്ത മൃഗത്തിന്റെ കരളിന്റെ ഭാഗം റസൂലുള്ളാഹി കഴിച്ചിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി അർത്ഥമുണ്ട് ഇല്ലേ? ഇനി ഒരാളവിടുന്ന് നല്ലതുപോലെ നേർച്ചയാക്കിയാൽ ബലിയറുക്കൽ നിർബന്ധമായി. അത് ആ നാട്ടിൽ മാത്രമേ വിതരണം ചെയ്യാൻ പറ്റൂ. പഠിക്കണേ, ശ്രദ്ധിക്കണേ. അത് ആ നാട്ടിൽ മാത്രമേ വിതരണം ചെയ്യാൻ പറ്റൂ. നിർബന്ധമായിട്ടുള്ള ഉളുഹിയ അറുത്തുപോയി നേർച്ച ചെയ്തു, അത് നിർബന്ധമായി. ആ ഉളുഹിയന്റെ ഇറച്ചി അത് നാട്ടിൽ മാത്രമേ, ആ നാട്ടിലുള്ള സക്കാത്തിന്റെ അവകാശികൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. ആ നാട്ടിലുള്ള സക്കാത്തിന്റെ അവകാശികൾക്കാണ് അത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളെല്ലാം മനസ്സിലായിക്കൊണ്ട് കടന്നു വരിക. അല്ലാത്തതാണെങ്കിൽ അങ്ങോട്ട് കൊടുത്തുവിടാം. സുന്നത്തായ ഉളുഹിയാണെങ്കിൽ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, അപ്പുറത്ത് ജില്ലയിലുള്ളവർക്കും കൊടുത്തുവിടാം. സുന്നത്തായ ഉളുഹിന്റെ ഇറച്ചി നമ്മുടെ ഈ ജില്ലയുടെ അപ്പുറത്തും കൊടുത്തുവിടാം. പക്ഷെ നിർബന്ധമായ ഉളുഹിയാണെങ്കിൽ ആ നാട്ടിലുള്ള സക്കാത്തിന്റെ അവകാശികളായ മിസ്കീന്, പാവപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ട് കൊടുക്കണം. അത് അപ്പുറത്തോട്ട് നമ്മുടെ നാട് വിട്ടു പോകാൻ പാടില്ല. ഏത് ഉളുഹിയ? നിർബന്ധമായ ഉളുഹിയ, സുന്നത്തായിട്ടുള്ള സുന്നത്ത് സാധാരണ നടക്കുന്ന നേർച്ചയൊന്നും ചെയ്തിട്ടില്ല, അത് എവിടെയും കൊടുത്തുവിടാം. അപ്പൊ അടുത്തൊരു ചോദ്യം വരാം, ഈ ഉളുഹിയന്റെ മാംസം എത്ര ദിവസം വരെ സൂക്ഷിക്കാം? ഉളുഹിയന്റെ മാംസം എത്ര ദിവസം വരെയാണ് സൂക്ഷിക്കാൻ കഴിയുന്നത്? ആദ്യ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു എന്ത്? ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നഹൈതുക്കും അൻ ലുഹൂമിൽ അദ്ഹിയ ഫൗക സലാസതി അയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആദ്യ കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ 3 ദിവസം വരെയാണ് ഉളുഹിയയുടെ മാംസം സൂക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു സ്വഹാബത്തിനോട്. പിന്നീട് മാറി ഫംസുകൂ മാ ബദാലക്കും. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് 3 ദിവസമേ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്ന്. പിന്നീട് അത് മാറി. ഇപ്പൊ നമുക്ക് അല്ലാഹു നല്ല നിയമം കൊടുത്തു, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിക്കാം, എത്ര ദിവസം വേണമെങ്കിലും ഉളുഹിയന്റെ മാംസം നിങ്ങൾക്ക് സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരാമെന്നാണ്. ആർക്കെല്ലാം ഉളുഹിയ കൊടുക്കാം, ആർക്കെല്ലാം ഉളുഹിയ കൊടുത്തൂടാ. ഇനി അങ്ങനെ അല്പം കൊടുക്കണമെന്ന് തോന്നിയാൽ എന്തെങ്കിലും ഇളവോ എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ഏത് ഇറച്ചിയാണ് കൊടുക്കാൻ ഒട്ടും തന്നെ പറ്റാത്തത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം.
ആർക്കാണ് ഉളുഹിയ കൊടുക്കാൻ പാടില്ലാത്തത്? ഇബ്നു ഹജർ റഹിമഹുല്ല പറയുകയാണ്, ലാ യജൂസു ലി കാഫിരിൻ അൽ അക്ലു മിൻഹാ മുത്ലഖൻ ഫഖീറൻ കാന ഗനിയൻ വാജിബത്തൻ കാനത് ഔ മൻദൂബത്തൻ. മഹാനരായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ലാ യജൂസു ലി കാഫിരിൻ, അമുസ്ലിമായ ഒരു സഹോദരനിക്കോ സഹോദരിക്കോ കൊടുക്കൽ അനുവദനീയമാവുകയില്ല, അവർക്ക് അനുവദനീയമല്ല. അൽ അക്ലു മിൻഹാ മുത്ലഖൻ, നിരുപാധികം ഈ ഉളുഹിയയുടെ ഇറച്ചിയിൽ നിന്ന് കഴിക്കൽ അവർക്ക് അനുവദനീയമല്ല. ഫഖീറൻ കാന ഗനിയൻ, അതിന് ഫഖീറാകട്ടെ, അമുസ്ലിമായ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ടവർ അവരിന് എത്ര പാവപ്പെട്ടവരാകട്ടെ, അതല്ല ഔ ഗനിയൻ, അവർക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർ വല്ലതും പറയുമോ, അവർ നമ്മുടെ നാട്ടിലെ നല്ല സമ്പന്നരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടോ പറ്റൂല. വാജിബത്തൻ കാനത് ഔ മൻദൂബ, അതിന് ഏത് ക്വാളിറ്റി ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പറ്റൂല. അതൊരു മതത്തിന്റെ നിയമമാണ്. ഈ ഉളുഹിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറാഖുൽ മുസ്ലിമീൻ, അതായത് മുസ്ലിമീങ്ങളെ, വിശ്വാസികളായ ആളുകളെ നല്ല രീതിയിൽ തീറ്റിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു ചെയ്യുന്ന ഒരു കരുണയാണ്. കാരണം അള്ളാഹുവിന്റെ അതിഥികളാണ്, അള്ളാഹുവിന്റെ സൽക്കാരമാണിത്. ഇത് അള്ളാഹു തരുന്ന ഒരു സൽക്കാരമായതുകൊണ്ടാണ് മുസ്ലിമുകൾക്ക്, മുസ്ലിം എന്ന് പറയുന്ന ആളിന്, മുസ്ലിം എന്ന് പറയുന്ന ഒരു പെണ്ണിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് ഉളുഹിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഉളുഹിയ അത് മുസ്ലിമിന് മാത്രമാണ്. നമുക്കറിയാം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഉസ്താദ് എങ്ങനെങ്കിലൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ, ഏതെങ്കിലൊക്കെ രീതിയിൽ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? വലൗ തുബിഖ ലഹ്മുഹാ ലാ ബഅസ ലിഅക്ലി ദിമ്മി മഅൽ മുസ്ലിമീന മിൻ ഉളുഹിയ തതവ്വുൻ ദൂനൽ വാജിബ. നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കുക. വലൗ തുബിഖ ലഹ്മഹാ, ഉളുഹിയുടെ സുന്നത്തായ ഉളുഹിയ, അതായത് ഒരു നേർച്ചയുമാക്കിയിട്ടില്ല, അങ്ങനത്തെ ഉളുഹിയുടെ മാംസം കൊണ്ടുവന്നിട്ട് പാചകം ചെയ്തു. എന്നാൽ പറയുകയാണ്, തുഹ്ഫ പോലുള്ള കിതാബുകൾ കാണാൻ ലാ ബഅസ, കുഴപ്പമില്ല എന്നാണ്. സൂക്ഷിക്കൽ നല്ലതാണ്, നമ്മൾ സൂക്ഷിക്കുന്നത് അത്രയും നല്ലതാണ്. ലാ ബഅസ, കുഴപ്പമില്ല. ലിഅക്ലി ദിമ്മി മഅൽ മുസ്ലിമീൻ, എപ്പോഴും നമ്മുടേതായിട്ടുള്ള അയൽവാസികൾ അല്ലെങ്കിൽ നമ്മളുമായി ഇടപഴകിക്കൊണ്ട് ജീവിക്കുന്നവർ, നമ്മളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, എപ്പോ നോക്കിയാലും നമ്മളുമായി സഹകരിക്കുന്ന, നമ്മളുമായി സംസാരിക്കുന്ന, നമ്മളുമായി മുന്നോട്ട് പോകുന്ന, ഏതൊരു കാര്യം വന്നാലും ഓടി വരുന്ന ഒരു മനുഷ്യൻ, ഏത് കാര്യം വന്നാലും ആദ്യം അദ്ദേഹം ഓടി വരും. അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിമാണെങ്കിലും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാം. ഉദാഹരണം പറയാം, ഒരു വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും ഉളുഹിയന്റെ ഇറച്ചി കൊണ്ട് ഭക്ഷണം വെച്ചു. ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ചിരിക്കാൻ. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള രമണൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ സഹോദരൻ കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, പറ്റൂല, ഇത് ഉളുഹിയന്റെ ഇറച്ചി മാറിയിരുന്നു എന്ന് പറയാൻ പാടില്ല. ഇത് ഉളുഹിയന്റെ ഇറച്ചിയാണ്, മാറിയിരുന്നു എന്ന് പറയാൻ പാടില്ല. അതാണ് പറയുന്നത് മുസ്ലിമീങ്ങളോടൊപ്പം എപ്പോഴും ഇടപഴകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത്, പച്ചയല്ല, ഭക്ഷണം പാചകം ചെയ്തത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എങ്ങനെയുള്ളതാണ്? മിൻ ഉളുഹിയത്തി തതവ്വുൻ, സുന്നത്താക്കപ്പെട്ട സുന്നത്തായ ഉളുഹിയ, ദൂനൽ വാജിബ്, നിർബന്ധമായിട്ടുള്ള ഉളുഹിയ. അതായത് ഒരാൾ നേർച്ചയാക്കി, ആ നേർച്ചയാക്കിയ ഉളുഹിയയിൽ നിന്നും അത് കൊടുക്കാൻ പാടില്ല. അത് ആ നാട്ടിലുള്ള മുസ്ലിമുകളായ സക്കാത്തിന്റെ അവകാശികളായ ആളുകൾക്കാണ് അത് കൊടുക്കാനുള്ളത്. അപ്പൊ സുന്നത്തായതിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാമുന ഗസാലി റഹിമഹുല്ല പറയാണ്, കാന ഹസൻ അൽ ബസ്രി റഹിമഹുല്ല ലാ യറാ ബഅസ അൻ തുത്ഇമൽ ജാറൽ യഹൂദിയ വൻ നസ്റാനിയ മിൻ ഉളുഹിയതിക. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറയുകയാണ്, നിന്റെ ഉളുഹിയിൽ നിന്നും ഭക്ഷണം പാചകം ചെയ്തത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട്, ഒരു യഹൂദിയായ മനുഷ്യനിക്കോ ഒരു നസ്രാനിയായ ഒരു മനുഷ്യനിക്കോ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല. ഇന്നിപ്പോ എല്ലായിടത്തും എല്ലാം ഹറാമാക്ക ചില ആളുകൾ, മൊത്തത്തിൽ ഹറാമിന്റെ കാലഘട്ടമാണ്.
എല്ലാം പിടിച്ചങ്ങോട്ട് ഹറാമാക്കും. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുണ്ട്, നല്ല സ്മെല്ലാണ്, മണമടിച്ചു വീശുന്നുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഭക്ഷണം പാചകം ചെയ്തതാണ്, അവർ നമ്മുടെ അടുക്കലേക്ക് വന്നു, അല്പം കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വാജിബാകരുത്, സുന്നത്തായതായിരിക്കണം. അല്ലാഹു തആല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സന്തോഷവും സമാധാനവും സ്വർഗവുമെല്ലാം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഖബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മാനസികമായ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം തരണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ വിഷമത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചോനെ, ഞങ്ങളെ മുഴുവനും നിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ഈമാനിന്റെ മാധുര്യം നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്ക് നിന്റെ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ച് നിന്റെ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളായി കിടക്കുന്നവരുണ്ട്. പടച്ചോനെ, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ നാടുകളിൽ നിന്ന് മറ്റുള്ള നാടുകളിൽ നിന്ന് ഒരുപാട് പ്രിയപ്പെട്ടവർ പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി കടന്നു പോയവരുണ്ട് അല്ലാഹ്. യാ അല്ലാഹ്, അവർക്കാർക്കും ഒരു രോഗങ്ങൾ കൊടുക്കല്ല പടച്ചോനെ, സങ്കടങ്ങൾ കൊടുക്കല്ല പടച്ചോനെ, ദുഃഖങ്ങൾ കൊടുക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, സാധുക്കളായ അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ആ പുണ്യഭൂമിയിലെത്തി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ, ഹബീബിന്റെ പരിശുദ്ധമായ റൗള ശരീഫിൽ പോയൊന്ന് നിസ്കരിക്കാൻ, അവിടെ സ്വലാത്തുകളും സലാമുകളും പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ തട്ടല്ല പടച്ചവനെ, ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ രോഗമുള്ളവരാണ്, പ്രയാസമുള്ളവരാണ്. കരുണക്കടലായ അല്ലാഹ്, അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. ദുഃഖങ്ങളും ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.